ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടില്ല ഒരു സാധനം കേട്ടോ, തുന്നുന്ന ചാർജറില്ല, അതിൻ്റെ വള്ളിക്ക് ഒരു കവറ്, ചാർജറിൻ്റെ കേസ് തുന്നിയ കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തുന്നിയെടുത്തിട്ടുള്ളത്. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം, നമ്മൾ സിമ്പിളായിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പാകത്തിന് നമ്മൾ കസ്റ്റമർ പറഞ്ഞ് സിമ്പിളായിട്ട് മതി, അധികം ഓവറായിട്ട് വർക്കോ കാര്യങ്ങളോ സാധനങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഒരു ഫ്ലവർ മാത്രം ആദ്യമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ചാർജറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചാർജറിൻ്റെ വള്ളിമേലാട്ടോ തുന്നണത്. ഇതിന് പ്രത്യേകിച്ച് സ്റ്റിച്ചിൻ്റെ പേരൊന്നുമില്ല. ഇതെന്താ ചോദിച്ചാൽ സിംഗിൾ ക്രോഷ്യ അല്ലേ, സിംഗിൾ ക്രോഷ്യ ബാക്ക് കൂടെ എടുത്തുകൊണ്ട് ചെയ്യണ കേട്ടോ. ഇതിൻ്റെ പേര്, സ്റ്റിച്ചിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യണ അതേപോലെ ചെയ്യാം, സിംഗിൾ ക്രോഷ്യ ബാക്ക് കൂടെ എടുത്ത് ചെയ്യട്ടോ. അപ്പം ഇതേപോലെ കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ. ചാർജറിൻ്റെ വള്ളി ഫുള്ള് ഇതേപോലെ തുന്നി കൊടുത്താൽ നമുക്ക് ഫുള്ള് കവറായി കിട്ടും കേട്ടോ. അടുത്തത് നമ്മൾ ഇതുണ്ടോ ഈ പോർട്ടിന് കവർ തുന്നട്ടോ. അതിന് ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടണം. ഇതുണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് അത് നമ്മൾ തുന്നാൻ പാകത്തിന് നമ്മൾ സൂചി കയറുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 14 ചെയിൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ വലുപ്പത്തിനാട്ടോ, ചാർജറിൻ്റെ അതിൻ്റെ വലുപ്പത്തിനാണ് ഞാൻ തുന്നുന്നത്. എനിക്ക് 14 വേണം അത് ഫുള്ള് കവറായി കിട്ടാൻ. അപ്പോൾ ഞാൻ 14 ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ 14 ഇത് കറക്റ്റാണ്, അതിൻ്റെ വലിപ്പം പാകമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 14 സ്റ്റിച്ചിൽ അതിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് 13ാമത്തെ സ്റ്റിച്ചിൽ വന്ന് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ലൈന് ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ വിട്ടുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ കാരട്ടോ കിട്ടുക. ഇതേപോലെയാണ് ആ സ്റ്റിച്ച് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത 4 റോയിലും സിംഗിൾ ക്രോഷ്യ തന്നെ സെയിം ചെയ്ത് കൊടുക്കട്ടെ. ഒരു 4 റോയും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക.
2 റോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചാർജറിന് കണ്ടോ അവിടെ വള്ളി കുത്തുന്ന ആ ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഹോളിൻ്റെ ഭാഗത്തിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കണ്ടോ ഇതേ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എവിടെയാണോ അതിൻ്റെ എൻഡിങ് വരുന്നത് അതിലിട്ടുകൊണ്ട് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അത് നമ്മൾ ആ ഹോൾ ഉണ്ടാക്കുക കേട്ടോ, ചാർജറിൻ്റെ വള്ളി കുത്താൻ വേണ്ടിയിട്ടില്ല ഹോള്. പിന്നെ നമ്മൾ അതേപോലെ 4 റോ അതിൻ്റെ ബാക്കി ചെയ്യുക. ടോട്ടൽ 4 റോ ഉണ്ടാവും കേട്ടോ. സിംഗിൾ ക്രോഷ്യയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ അടിയിലുള്ള ബേസാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് പാകമായി കണ്ട് വന്നിക്കും കേട്ടോ. ഇതിൻ്റെ ഇത് കറക്റ്റാണ്. നമ്മൾ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ പാകത്തിനില്ല റോ എടുക്കട്ടെ. എനിക്ക് 4 കൊടുക്കുമ്പോൾ തന്നെ ഇത് കവറായി വരും. ഇനി മോൾക്ക് 8 റോവും കൂടെ വേണം കേട്ടോ. അത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിലാട്ടോ കൊടുക്കുന്നത്. ഇത് നമ്മളെ ചാർജറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കണ്ട് മാറ്റം വരും കേട്ടോ. നമ്മളെ ചാർജർ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ തുന്നാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഹാഫ് ഡബിൾ ക്രോഷ്യ ആട്ടോ കൊടുക്കുന്നത്.
കണ്ടോ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഇങ്ങനെ റൗണ്ടിൽ കൊടുത്ത് ഇങ്ങനെ പോകും കേട്ടോ, ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പം നമുക്ക് അതിങ്ങനെ കവറായി വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇത് അതിമൊന്ന് വെച്ച് നോക്കട്ടോ എത്ര ആയി. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ മുകളിലേക്കായാണ്ട് വന്നു. നമ്മളിങ്ങനെ അതിന് എത്ര വേണോ അത്ര തുന്നി കൊടുക്കുക കേട്ടോ. ഒരു 8, 9 നമ്മൾ ബേസിലോണ് നമ്മൾ ചാർജറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാറും കേട്ടോ, ഇൻക്രീസും ഡിക്രീസും ചെയ്യും. അപ്പോൾ നമ്മൾ അത് ഞാൻ എൻ്റെ ചാർജറിൻ്റെ വലുപ്പത്തിന് കൊടുത്തിരിക്കുന്നു കേട്ടോ. ആ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ മുകൾക്ക് ഫുള്ള് റോയും ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിങ്ങാണ്ട് കിട്ടിട്ടോ, ചാർജർ ഫുള്ള് കവർ ആയിങ്ങാണ്ട് വന്നിക്കണ്.
ഇനി നമുക്കത് നമ്മളെ ചാർജറും ഒന്ന് ഇട്ട് നോക്കട്ടോ, പാകമാണോ കണ്ടോ, ഇത് കറക്റ്റായി കണ്ട് വന്നിക്കണം കേട്ടോ, നമ്മളെ ചാർജറിന് ഇത് പാകമാണ്. അപ്പം ഇനി നമുക്ക് അടുത്തത് ഒരു ഫ്ലവർ, ഇതിന് നിങ്ങളുടെ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറും പാടെ തുന്നിയിരിക്കട്ടോ. നമ്മൾ ഈ ബാക്കി വരുന്ന നൂലാൾ വെട്ടിക്കളയരുത് കേട്ടോ, കുറച്ചൊരു ഗ്യാപ്പ് വലുപ്പത്തിൽ നമ്മൾ വെട്ടാൻ പാടുള്ളൂ. എന്നിട്ട് ആ ബാക്കി വരുന്ന നമ്മളിങ്ങനെ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഇങ്ങനെ വലിച്ച് എടുത്തുകൊണ്ട് ഹൈഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്താൽ പിന്നെ അത് കറക്റ്റിൽ കട്ട് ചെയ്യാതെ ഇതേപോലെ ചെയ്യാതെ എന്നാൽ എന്താ പറ്റുമോ, അങ്ങനെ തുന്നി പൊട്ടിപ്പോകുന്നോണ്ടേ നിൽക്കും കേട്ടോ. നമ്മൾ തുന്നിയത് ഡാമേജ് ആകും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂവിനെ തുന്നി കൊടുക്കുക. അപ്പോൾ ഞാൻ മഞ്ഞ കേട്ടോ സെൻറ്ററിൽ പൂവിൻ്റെ പൂങ്കൊടി തുന്നാൻ വേണ്ടിയിട്ട് ഇതാട്ടോ എടുത്തിരിക്കുന്നത്, മഞ്ഞയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാജിക് സർക്കിൾ ഇടട്ടോ. മാജിക് സർക്കിളിൽ 6 സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ, 6 വേണം. ആ 6 ഇട്ട് കഴിഞ്ഞിട്ട് 6 നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യട്ടോ. അപ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് കിട്ടും. ഇത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പറയുമ്പോൾ അങ്ങനെ അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ കാണുന്ന അത്ര സ്റ്റിച്ചസ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നൂലിങ്ങനെ വലിച്ചു കൊടുത്തൊരു സർക്കിളായിട്ട് കിട്ടും. ആ സർക്കിൾമേലാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഇതളുകൾ തുന്നണത് കേട്ടോ. ഇതുണ്ടോ നമ്മളിഞ്ഞ് വെള്ള ഇതളുകളാട്ടോ. അപ്പം വെള്ള നൂലെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 3 ചെയിൻ കൊടുത്തിട്ട് അത് ആ സെയിം ഹോളിൽ തന്നെ ഇട്ടുകൊണ്ട് വലിച്ചെടുക്കുക കേട്ടോ. പിന്നെ തന്നെ അത് ആ നൂല് രണ്ടും കളഞ്ഞിട്ട് പിന്നെയും 2 ഉണ്ടാവും, അത് ആ ഹോളിൽ തന്നെ ഇട്ട് വലിച്ചെടുക്കുക. അപ്പോൾ 3 ഉണ്ടാവും, അതിൽ 2 കളയുക, എന്നിട്ട് വലിച്ചെടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്, അത് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നവർക്ക് സെയിം ഹോൾക്കാട്ടോ നമ്മൾ ഇടുന്നത്. നമുക്കൊരു 5 ഇതൾ ഇട്ടിട്ടോ, ഫ്ലവറിന് ഒരു 5 ഇതളാളെ നമുക്കിത് കിട്ടും. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ റിപ്പീറ്റ് ചെയ്താണ്ട് ചെയ്ത് കൊടുക്കട്ടോ. ലാസ്റ്റ് കണ്ടോ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെ നൂലുകൾ ഒക്കെ 4 ഒക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. 4 അങ്ങനെ കൊടുത്തിട്ട് ആ സെയിം ഹോളിൽ കിട്ടുകൊണ്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇതള് ശരിയായിക്കണ്, നമ്മൾ അതന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് കണ്ട് കൊടുക്കുക കേട്ടോ ഇതളാൾ.
നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് ആ കവറുമേ തുന്നി കൊടുക്കണം. അപ്പോൾ നമ്മൾ നൂല് അതിനനുസരിച്ച് വെട്ടണം കേട്ടോ. കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കെട്ടാൻ പാകത്തിന് ആയി കൊടുക്കണം. വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിത് തുന്നിയെടുക്കുക കേട്ടോ ചെയ്യണത്. അതാവുമ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ കഴിച്ചെടുത്താൽ മതി, കേടാവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ നൂല് രണ്ടും വലിച്ചെടുത്തിട്ട് ഉള്ളിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാർജറിൻ്റെ പണി കഴിഞ്ഞിരിക്കണ്, ചാർജറിൻ്റെ കവറിൻ്റെ പണി കഴിഞ്ഞിരിക്കണ്. നമുക്കിത് നമ്മളെ ചാർജറുമേ ഇട്ട് നോക്കട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ചാർജറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.